രാഹുൽ ഗാന്ധിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് ഇന്ത്യ മുന്നണി വിട്ട് കൂടുതൽ കക്ഷികൾ NDAയിലേക്ക് വരികയാണോ എന്നൊരു സംശയം പൊതുവിലുണ്ടാകുന്നു. അതായത് കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ് നമ്മുടെ പ്രതിരോധ മന്ത്രി തമിഴ്നാട് സന്ദർശിച്ചു. കരുണാനിധിയുടെ 100ാം ജന്മദിനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒരു പ്രത്യേക നാണയം ഇറക്കുന്നുണ്ടായിരുന്നു. ഈ നാണയത്തിൻ്റെ പ്രകാശന ചടങ്ങിനാണ് രാജ്നാഥ് സിംഗ് വന്നത്. അതിനുശേഷം അദ്ദേഹം ഷെഡ്യൂൾ ചെയ്യാത്ത പരിപാടിയുടെ ഭാഗമായിട്ട് കലൈഞ്ചർ മ്യൂസിയം പോയി കണ്ടു. അപ്പോൾ ഈ സംഭവം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ വിവാദമായി. DMK BJP മുന്നണിയിലേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് എടപ്പാടി പളനിസ്വാമി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. BJPയുടെ പഴയ ബാന്ധവം ആയിരുന്നല്ലോ ADMK ആയിട്ടുണ്ടായിരുന്നത്, അതാണ് അലസി പിരിഞ്ഞു പോയത്. അതിൻ്റെ കുശുമ്പ് കൊണ്ടായിരിക്കാം എടപ്പാടി അങ്ങനെ പറഞ്ഞു. സ്റ്റാലിൻ അതിന് കൊടുത്ത മറുപടി വളരെ ശ്രദ്ധേയമായിരുന്നു. ഞാനത് നോട്ട് ചെയ്തിരുന്നു. അതായത് സ്റ്റാലിൻ പറഞ്ഞത് അദ്ദേഹം അവിടെ വളരെ ആദരവോടെയാണ് കലൈഞ്ചറെക്കുറിച്ച് സംസാരിച്ചത്. അദ്ദേഹം ഞങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ കലൈഞ്ചർ മ്യൂസിയം പോയി കണ്ടു. അതിനുശേഷം കലൈഞ്ചറുടെ സംഭാവനകളെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചിട്ട് പറഞ്ഞു, നമ്മൾ ആ കലൈഞ്ചറെ കരുണാനിധിയെ സ്മരിക്കുമ്പോൾ നമ്മളെല്ലാം ഒരു നിമിഷം അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി എണീറ്റ് നിൽക്കണമെന്ന് പറഞ്ഞു. എൻ്റെ പാർട്ടിയിൽപ്പെട്ടവരോ എൻ്റെ മുന്നണിയിൽപ്പെട്ടവരോ ഇതുവരെ എൻ്റെ അച്ഛനെക്കുറിച്ച് കരുണാനിധിയെക്കുറിച്ച് ഇത്രയും നല്ല വാക്കുകൾ പറഞ്ഞിട്ടില്ല എന്നായിരുന്നു എടപ്പാടിയുടെ വിമർശനത്തിനുള്ള സ്റ്റാലിൻ്റെ മറുപടി. അതിനകത്ത് ഒരു രഹസ്യ ക്ഷണം കിട്ടിയതിൻ്റെ സൂചനയുണ്ടോ? ഒരു രഹസ്യ ബന്ധം ഉടലെടുക്കുന്നുണ്ടോ എന്ന് വേണം സംശയിക്കാനായിട്ട്. ഇപ്പോൾ ഈ ഫംഗ്ഷന് പോയി കഴിഞ്ഞപ്പോൾ സ്റ്റാലിൻ പറഞ്ഞായിരുന്നു, ഞങ്ങളിങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ആക്ടിവിറ്റീസ് എന്നൊന്നും പറഞ്ഞിട്ടല്ല ക്ഷണിച്ചിരുന്നത്. അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവിടെ മ്യൂസിയം വന്ന് കണ്ടു, മെമ്മോറിയൽ കണ്ടു. അപ്പോൾ ഈ മെമ്മോറിയൽ കണ്ടിട്ട് പറഞ്ഞത് ഇത്രയും നല്ല ഒരു മെമ്മോറിയൽ ഞാൻ കണ്ടിട്ടില്ല, അപ്പോൾ പണത് കണ്ടിട്ടില്ല. അപ്പോൾ 100 വർഷം തികഞ്ഞതിൻ്റെ പേരിലുള്ള കോയിൻ റിലീസ് ചെയ്യാനായിട്ടാണ് വന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ എല്ലാവരോടും എഴുന്നേറ്റ് നിന്ന് സാർ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ കൊടുക്കാനാണ്. അപ്പോൾ ഈ സ്റ്റാൻഡിങ് ഒവേഷൻ കൊടുക്കുകയും കരുണാനിധിയെ കണക്കറ്റ് പ്രശംസിക്കുകയൊക്കെ ചെയ്തു. അത് വളരെ സ്പർശിച്ചു എന്നുള്ള രീതിയിലാണ് സ്റ്റാലിൻ പറയുന്നത്. അപ്പോൾ സ്റ്റാലിൻ പറയുന്നത് ഈ എൻ്റെ പാർട്ടിയിൽപ്പെട്ടവരോ എൻ്റെ സഖ്യകക്ഷികളിൽപ്പെട്ടവരോ എൻ്റെ അച്ഛനെ ഇത്രയും നന്നായിട്ട് പ്രശംസിച്ച് പറഞ്ഞിട്ടില്ല. അത് രാഹുൽ ഗാന്ധിക്കുള്ളൊരു കുത്തുകൂടിയാണ്. അതെ. ഗാന്ധി അവർ കാര്യമായിട്ട് ഒരു വലിയ അടുപ്പം കാണിക്കാത്ത പോലെ, അടുപ്പമുണ്ട് പക്ഷേ നല്ലൊരു വാമത്തിൻ്റെ കുറവുള്ള ഉപയോഗിക്കുക എന്നുള്ള ലൈനാണ്. അത്രയേ ഉള്ളൂ. തമിഴ്നാട്ടിൽ DMK ഉപയോഗിക്കുക, ബംഗാളിൽ TMCയെ പറ്റിയ ഉപയോഗിക്കുക. അതെ. അപ്പോൾ അതേപോലെ തന്നെ ഈ സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത്, പണ്ട് ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, DMK ആരോടെങ്കിലും ചേരുകയോ ആരിൽ നിന്നെങ്കിലും വിട്ടുപോകുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് പ്രത്യേകമായ ഒരു റീസൺ ഉണ്ടാകും. അതിൻ്റെ പിന്നിലൊരു ആദർശം ഉണ്ടായിരിക്കും. അങ്ങനെ DMK മാറുകയോ ചേരുകയോ ചെയ്യുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ തൽക്കാലം അവരുമായിട്ട് എന്തെങ്കിലും ബന്ധം സൃഷ്ടിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അതിനു വേണ്ടിയിട്ട് വിളിച്ചതല്ല. ഇത് 100ാം ജന്മദിനം ആഘോഷിക്കാനായിട്ട്, ബർത്ത് സെൻറ്റിനറി ആഘോഷിക്കാനായിട്ടാണ് വിളിച്ചത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ സംസാരവും ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നോ ഞങ്ങളുടെ സഖ്യകക്ഷികളിൽ നിന്നോ കിട്ടാത്ത പോലെയുള്ള വളരെ വാമായിട്ടുള്ളൊരു റെസ്പോൺസാണ് അദ്ദേഹം. സാറ് പറഞ്ഞൊരു പോയിന്റ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. സ്റ്റാലിൻ പറഞ്ഞത്, ഞങ്ങൾ രാഷ്ട്രീയ ബാന്ധവം ഉണ്ടാക്കുന്നത് ഐഡിയോളജിക്കലി ആണ്, പ്രത്യയശാസ്ത്രപരമായ നിലപാടുകൾ നോക്കിയിട്ടാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ BJPയുമായിട്ട് ബന്ധം വേണോ എന്നുള്ളത് ഐഡിയോളജി അനുസരിച്ച് തീരുമാനിക്കും. പക്ഷേ ഈ ഐഡിയോളജിയുടെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് പണ്ട് നടന്നതാണ്. കരുണാനിധി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ DMK BJPയുമായി സഖ്യത്തിലായിരുന്നു. അപ്പോൾ അതിനകത്തൊരു പ്രശ്നമില്ല. ആ ഐഡിയോളജി വേണമെങ്കിൽ സ്വീകരിക്കാവുന്നതാണ്. സ്റ്റാലിൻ്റെ അച്ഛൻ്റെ കാലത്ത് തെളിയിക്കപ്പെട്ടതാണ്. അപ്പോൾ ഒരു സംശയത്തിൻ്റെ ഒരു ഘടകം അവിടെ ഇല്ല. വേണമെങ്കിൽ സ്വീകരിക്കാവുന്നതാണ്. അതെ, വേണമെങ്കിൽ സ്വീകരിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു സൂചനയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ചിലപ്പോൾ DMK മേ ബി തിങ്കിങ് അബൌട്ട് ദി പ്രാക്ടിക്കൽ സൈഡ്. ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ചൊരു കാര്യം ഇപ്പോൾ കുറച്ച് പ്രതീക്ഷിച്ചാലും കൂടുതൽ സീറ്റ് പാർലമെൻറ്റ് ഇലക്ഷനിൽ കിട്ടിയെന്നല്ലത് ഒരു നിലനിൽപ്പ് ഉള്ള ബന്ധമായിരിക്കും. ഇപ്പം തന്നെ അവിടെ ബംഗാളിലാണെങ്കിൽ ഉടക്ക് തുടങ്ങിയല്ലോ. ബംഗാളിൽ ഇപ്പോൾ മമതയ്ക്കെതിരായിട്ടാണ് രാഹുൽ ഗാന്ധി. അല്ല സാർ, അവിടെ ഒരു സംശയം, ഈ ഇന്ത്യ മുന്നണിക്ക് 200+ സീറ്റ് ഉണ്ടെന്ന് പറയുന്നത് വെറും ടെക്നിക്കലല്ലേ? കാരണം മമത അല്ലെങ്കിൽ TMC ഇതിൻ്റെ ഒരു ആക്റ്റീവ് പാർട്ട്ണറാണെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ബംഗാളിൽ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാണ്. ഇതിന് ശേഷവും മോരും മുതിരയും പോലെയാണ് കിടക്കുന്നത്. അപ്പം മമതയുടെ സീറ്റുകൾ കൂടി കൗണ്ട് ചെയ്തിട്ടല്ലേ TMCയുടെ ടോട്ടൽ സീറ്റ് പറയുന്നത്? അതെ. അപ്പോൾ അതുകൊണ്ട് ബംഗാളിലൊന്നും കോൺഗ്രസിനോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് പ്രാക്ടിക്കലി ഒരു സ്റ്റാൻഡും അവിടെ ഇല്ല.
മമതയ്ക്ക് മമതയുടേതായ സീറ്റുകൾ കിട്ടുന്നുണ്ട്, അത് വേറെ കേസ്. അത് തന്നെയല്ല, മമത ഇവരെ ഇൻസൾട്ട് ചെയ്യാനുള്ള ഒരവസരം സ്പെയർ ചെയ്യാറില്ല. പാർട്ട്ണർ ഒന്നിച്ച് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ മമത പറഞ്ഞത് 2 സീറ്റ് വേണമെങ്കിൽ തരാമെന്നാണ് പറഞ്ഞത് കോൺഗ്രസിന്. അതിൽ ഈ 2 സീറ്റും കോൺഗ്രസിനല്ല, 1 സീറ്റ് വേണമെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ബാക്കി മാർക്സിസ്റ്റ് പാർട്ടിയോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കൊടുത്തോ, 1 സീറ്റ് അങ്ങോട്ട് കൊടുത്തോ, പിന്നെ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്ത് 2 സീറ്റ് തരാം, അതിൽ കൂടുതലുള്ള കേസൊന്നും ഇവിടെ പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ആ ബന്ധം അവസാനം ചാപ്റ്റർ അടച്ചു. ഇവരാണ് മമതയുടെ പുറകെ നടക്കുന്നത്. അതെ അതെ. ഇപ്പോൾ പണ്ട് ഇന്ദിരാഗാന്ധിനെ തോൽപ്പിച്ചല്ലോ, രാജ്നാരായൺ രാജ്ബറേലിയിലൊക്കെ തോൽപ്പിച്ച ആ ഇലക്ഷൻ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അന്ന് ഈ സൗത്ത് ഇന്ത്യ മുഴുവനും കോൺഗ്രസ് പിടിച്ചായിരുന്നു, എന്നാലും വൻ പരാജയമാണ് കോൺഗ്രസിൻ്റെ എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ BJPക്ക് അവരുടെ സഖ്യകക്ഷികളായിട്ട് ഒരുമിച്ച് മത്സരിച്ചവർക്ക് ഭൂരിപക്ഷമുണ്ട്. പിന്നെ അവർ തോറ്റെന്നൊക്കെ പറഞ്ഞാൽ ദാറ്റ് ഡിഫൈസ് അവർ കോമൺ സെൻസ്. ആ രീതിയിലാണ് ആ സംസാരം. അല്ല, ഒരു നറേറ്റീവ് ബിൽഡിങ്ങിൽ അവർ ജയിച്ചു. 543 99 സീറ്റ് കോൺഗ്രസിന് കിട്ടിയത്. അതെ അതെ. അപ്പോൾ അതൊന്നുമല്ല, അവർക്ക് ഒരു ഭരണകക്ഷിയാകാനായിട്ടോ ഇവിടുത്തെ ലീഡിങ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആകാനുള്ള യാതൊരു യോഗ്യതയും ഇല്ല എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്, നമ്മൾ ഇമ്പാർഷ്യലായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ അതാണ് ഈ ഇവിടുത്തെ ഇന്ത്യ മുന്നണിയുടെ കേസ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ വേറൊരാളും കൂടി ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്, ചമ്പൈ സോറൻ ജാർഖണ്ഡിൽ. ജാർഖണ്ഡിൽ അദ്ദേഹം കുറച്ച് നാൾ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ജയിലിൽ പോയ സമയത്ത്. അതെ, ഷിബു സോറൻ്റെ മകൻ ഹേമന്ത് സോറൻ ജയിലിൽ പോയി. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇദ്ദേഹത്തെ ചീഫ് മിനിസ്റ്ററാക്കി. അപ്പോൾ ഈ ശർക്കര കുടത്തിൽ കൈയിട്ട പിന്നെ കൈ അങ്ങ് മാറ്റാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ചീഫ് മിനിസ്റ്ററായിട്ട് തന്നെ ഇരിക്കാനായിരുന്നു ഇഷ്ടം. പക്ഷേ കുറച്ച് ഏതാനും മാസം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഹേമന്ത് സോറൻ തിരിച്ചു വന്നു, മാറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു ഇഷ്ടക്കേട് തുടങ്ങി അവിടെ തൊട്ടായിരിക്കാം. മറ്റേ ചമ്പൈ സോറൻ വേറെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ മാസം 3-ാം തീയതിയാണ് ഹേമന്ത് സോറൻ പുറത്തു വന്നത്. അതിന് തൊട്ട് മുമ്പ് അവിടെ ചില അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ട ആളുകൾക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുക്കുന്ന ഒരു പരിപാടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീരുമാനിച്ചിരുന്നു. അങ്ങനെ 1-2 പരിപാടി. പക്ഷേ സർക്കാരിന് പുറത്തുള്ള ഒരു ശക്തി കേന്ദ്രം സ്വാഭാവികമായും അത് ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പനയായിരിക്കണം. ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ ഒഫീഷ്യൽ പരിപാടികൾ ക്യാൻസൽ ചെയ്തു. മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ പരിപാടികൾ ക്യാൻസൽ ചെയ്തു. അങ്ങനെ അപമാനിക്കപ്പെട്ടു എൻ്റെ പാർട്ടിക്കാരിൽ നിന്ന് തന്നെ ഞാൻ എന്ന് പറഞ്ഞ് ഇയാൾ VP ചെയ്തു നോർത്ത് ഇന്ത്യൻ മീഡിയയുടെ മുന്നിൽ. നമ്മുടെ പത്രങ്ങളിലൊന്നും വന്നു, നമ്മുടെ പത്രങ്ങളിൽ ഇയാൾ കാലം മാറാൻ പോകുന്ന പറഞ്ഞു. അങ്ങനെ എന്നെ ഭയങ്കരമായി അപമാനിച്ചു എന്നൊരു വാദം പറഞ്ഞിട്ടാണ് ചമ്പൈ സോറന് 6 MLA-മാരുമായിട്ട് ഡൽഹി പോയെന്ന് പറഞ്ഞത്. പക്ഷെ ഇന്നലെ ചില MLA-മാർ പറഞ്ഞു ഞങ്ങളൊന്നും പോകുന്നില്ല, ഞങ്ങളുടെ പാർട്ടിക്കൊപ്പമാണ് ആദ്യം ചമ്പൈ സോറൻ അത് പുറത്തറിയിക്കാൻ താല്പര്യമില്ലായിരുന്നു. ഈ ചമ്പൈ സോറൻ ഡൽഹിക്ക് പോയത് അവിടെ നിന്ന് ആദ്യം ബസ്സിലാണ് പുറപ്പെട്ടത്. ബസ്സിൽ പുറപ്പെട്ട് കൽക്കട്ടയിൽ ചെന്നിട്ട് കൽക്കട്ടയിൽ നിന്നാണ് പിന്നെ ഫ്ലൈറ്റിന് ഡൽഹിക്ക് പോയത്. നേരിട്ട് റാഞ്ചിയിൽ നിന്ന് ഡൽഹിക്ക് പോയില്ല, കാരണം അത് എന്നെ പബ്ലിസിറ്റി കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കംപ്ലയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വല്ലാതെ ഇൻസൾട്ട് ചെയ്തു, ഈ സാർ പി പറഞ്ഞ പോലെ വല്ലാതെ ഇൻസൾട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ചാപ്റ്റർ, ഒരു പുതിയ അധ്യായം. 3 ഓപ്ഷൻസ് പറഞ്ഞു. ഒന്നെങ്കിൽ രാഷ്ട്രീയം വിടണം, അല്ലെങ്കിൽ പുതിയൊരു പാർട്ടി ഉണ്ടാവണം, അല്ലെങ്കിൽ എന്നെ സ്വീകരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക്. അതെ അതെ. അപ്പോൾ എങ്ങനെയായാലും ഇനി ഇവരുടെ ഈ JMM-ലേക്ക് ജാർഖണ്ഡ് മുക്തി മോർച്ചയിലേക്ക് അതായാലും ഇനി ഇല്ല, ആ ചാപ്റ്റർ ഇസ് ക്ലോസ്ഡ്. അപ്പോൾ ഇനി സാർ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, അതായത് വേറെ ആരെങ്കിലും ജോയിൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ചിലപ്പോൾ BJPയുടെ ഒരു ഓപ്ഷൻ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ദെയർ. ഇനി ഒന്നും പറ്റിയില്ലേ ഞാൻ ഈ രാഷ്ട്രീയം വിട്ട് വനവാസ് അല്ലെങ്കിൽ സന്യാസം സ്വീകരിക്കാന്നുള്ള പോലെ അദ്ദേഹം നിൽക്കുന്ന ഒരു കാരണവശാലും JMM-ലേക്ക് ജാർഖണ്ഡ് മുക്തി മോർച്ചയിലേക്കും ഈ ഷിബു സോറിൻ്റെ അടുത്തേക്കും. കാരണം ഈ വർഷം അവിടെ ജാർഖണ്ഡിൽ ഇലക്ഷൻ നടക്കാതിരിക്കുകയാണ്. അതെ അതെ. അപ്പോൾ ഇനി കൽപ്പന മുർമു സോറൻ, ഇദ്ദേഹത്തിൻ്റെ ഹേമന്ത് സോറൻ്റെ ഭാര്യ, ഈ പാർട്ടീസിൻ്റെ അടുത്തേക്കൊന്നും ഇനി പോകുന്ന പ്രശ്നമില്ല. ഞാൻ ഏതായാലും അപ്പോൾ അതിൻ്റെ സൂചന ഇതാണ്, ഒന്നില്ലെങ്കിൽ BJP ആയിട്ട് ചേരും. ഇനി BJPക്ക് വേണ്ട, ഇനിയിപ്പോൾ വേറെ നമ്മുടെ കൂടെ ചേരാൻ വന്നില്ലെങ്കിൽ ഈ പൊളിറ്റിക്സ് വിട്ടാലും വേണ്ടില്ല, JMM ആയിട്ട് ഇനി ഒരു തിരിച്ച് കൂടിച്ചേരുന്ന പ്രശ്നമില്ല. അതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ സാർ നമ്മൾ ഈ ചർച്ചയിലൂടെ വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ചമ്പൈ സോറൻ ഒരാൾ മാത്രമാണ് ഇപ്പോൾ, അദ്ദേഹത്തിൻ്റെ കൂടെ ആരുണ്ടാവുന്നൊക്കെ ഇനി നമ്മൾ കണ്ടറിയണം. പക്ഷേ തമിഴ്നാട് അങ്ങനെയല്ല. തമിഴ്നാട്ടിൽ DMK എന്ന് പറയുന്നത് ഒരു വലിയ ശക്തിയാണ്. സ്റ്റാലിനെ സംബന്ധിച്ച് സ്റ്റാലിൻ ആരോഗ്യ കാരണങ്ങളാൽ വല്ലാതെ വീക്കാണെന്ന് പൊതുവിൽ പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്ന് വരെയുള്ള റൂമേഴ്സ് ഇങ്ങനെ പരക്കുന്നുണ്ട്. അത് കൺഫേംഡ് അല്ല. ഏതായാലും സ്റ്റാലിൻ്റെ കാലം
സ്റ്റാലിനെ അധികം പൊതുവേദിയിൽ അധികം കാണാറുമില്ല. ഹെൽത്ത് ഇഷ്യൂസ് ആണെന്ന് പറയുന്നത്. വല്ലപ്പോഴും ഒക്കെ മാത്രമാണ് പൊതു പ്ലാറ്റ്ഫോമുകളിൽ നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് അതാണ്. മുടിയൊക്കെ ശരിപ്പെടുത്തി അതാണ്. ഒരു കോളറൊക്കെ ഇങ്ങനെ അതെ, പൊക്കി വെച്ച്. ഇങ്ങനെയൊക്കെ. ഈ കഴുത്ത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. അതെ, അതെ, അതെ. ചുളിവും അതാണ്. പറയാം. അങ്ങനെയൊക്കെയാണ് സ്റ്റാലിൻ വരുന്നത്. അതുകൊണ്ട് സ്റ്റാലിൻ ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ ഈ പറഞ്ഞ പോലെ കരുണാനിധിയെ പോലെയോ സ്റ്റാലിനെ പോലെയോ ഒരു പൊളിറ്റിക്കലി ഒരു ഒരു കരിസ്മയുള്ള ഒരു കറേജും കരുത്തുമുള്ളൊരു നേതാവായിട്ട് കണ്ടിട്ടില്ല. എന്തെങ്കിലും സിനിമയിലേക്ക് അഭിനയിച്ച് നടക്കുന്ന ഒരാൾ ഇടയ്ക്ക് എന്തെങ്കിലും വിടുവായത്തം പറയും. കാരണം സനാതന ധർമ്മത്തെ റാഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കോൺസിക്വൻസ് അതിഭീകരമായിരുന്നു. ഇന്ത്യ മുന്നണിക്ക് ആകെ തിരിച്ചറിവുണ്ടായി. അപ്പോൾ വിടുവായ പറയുന്ന ഒരു ചെറുക്കൻ അതിനപ്പുറത്തൊന്നും ഉദയനിധി സ്റ്റാലിൻ വന്നിട്ടില്ല. അപ്പോൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയ്ക്ക് വകയത് എന്തായാലും ഈ മറ്റ് പ്രാദേശിക പാർട്ടികളെ പോലെ തന്നെ ഒരു പ്രാദേശിക പാർട്ടിയാണ് DMK. കുറച്ചുകൂടെ പൊളിറ്റിക്കൽ വിഷനും അഭിപ്രായങ്ങളും ഒക്കെ സ്റ്റാലിനുണ്ട്. സ്റ്റാലിനറിയാം ഈ പറഞ്ഞ ചന്ദ്രബാബു നായിഡുവോ അല്ലെങ്കിൽ നിതീഷ് കുമാറോ ഇന്ത്യ മുന്നണി വിട്ടുപോകാനുള്ള സാധ്യത വളരെ റയറാണ്. ഒരു 1% പോലും ഇല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു നേതാവായിരിക്കണം സ്റ്റാലിൻ. അതുകൊണ്ട് ഈ ഗവൺമെൻറ് 5 വർഷക്കാലം പോകും. തമിഴ്നാട്ടിൽ ഇനിയിപ്പോൾ അധികം ദൂരത്തല്ലാതെ ഇലക്ഷൻ വരാൻ പോകുന്നു. BJP അവിടെ സ്ട്രോങ് ആണ്. സർക്കാരിന് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ സഹായമൊക്കെ വേണം. നമ്മുടെ തൊട്ട് മുന്നിൽ ആന്ധ്ര ഒക്കെ അല്ലെങ്കിൽ ആന്ധ്രയും തെലങ്കാനയും വലിയ തോതിൽ കേന്ദ്രത്തിനൊപ്പം നിന്ന് വലിയ സഹായമൊക്കെ പറ്റുമ്പോൾ തമിഴ്നാട് പുറകോട്ട് പോകരുത്. ഡബിൾ എഞ്ചിൻ കളിക്കുകയാണ്. അപ്പോൾ തമിഴ്നാട് വളരെ പിന്നാക്കം പോകാനുള്ള എല്ലാ സാധ്യതയും. അതുകൊണ്ട് പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൻ്റെ കാര്യമായി ഈ രാഹുൽ ഗാന്ധിയുടെ കൂടെ നിന്നിട്ട് ഒരു കാര്യമില്ലെന്ന് തിരിച്ചറിയുന്ന ഒരാളാണ് സ്റ്റാലിൻ. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വിഴുകാൻ ഒരു നിമിഷം മതി. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല അച്ഛൻ്റെ കാലത്തുണ്ടായിരുന്നൊരു സഖ്യമായിരുന്നു. ഇപ്പോൾ BJP വളരെ ഒരു റെഡ് കാർപ്പറ്റ് വിരിക്കുന്നു. രാജ്നാഥ് സിംഗ് അവിടെ ചെല്ലുകയും ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്ത് നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ ഒന്നും അറിവില്ലാതാവാൻ സാധ്യത ഇല്ല. അപ്പോൾ അതുകൊണ്ട് പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യനാണ് എക്കാലത്തും സ്റ്റാലിൻ. DMK അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു പക്ഷേ വലിയ താമസമില്ലാതെ DMK ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണി വിട്ട് NDAയുടെ ഭാഗമായാൽ അത്ഭുതത്തിന് വകയൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ഈ AIADMK ഇങ്ങനെ നിങ്ങൾ BJP-യായിട്ട് രഹസ്യബന്ധം ഉണ്ടാക്കുന്നു എന്ന് ആക്ഷേപിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നതിന് പകരം പരോക്ഷമായി BJP-യെ പ്രൈസ് ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ രാജ്നാഥ് സിംഗിനെ പുകഴ്ത്തുകയായിരുന്നു. ഞങ്ങളോട് ഇത്രയും സ്നേഹാദരങ്ങൾ കാണിച്ച ഒരു ഞങ്ങളുടെ പാർട്ടിയിലും ഇല്ല, ഞങ്ങളുടെ മുന്നണിയിലും ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെയും ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും ഒരുക്കുകയാണ് ചെയ്തത്. ഇനി എന്തെങ്കിലുമൊക്കെ വാർത്തകൾ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് തോന്നുന്നത് ഇനിയിപ്പം ഒരു 3 മാസം കഴിയുന്നുള്ളൂ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നിട്ട്, മൂന്നാം മോദി സർക്കാർ വന്നിട്ട്. മൂന്നാമത്തെ മാസം ആകുമ്പോൾ തന്നെ പുതിയ കക്ഷികൾ ഇന്ത്യ മുന്നണി വിട്ട് NDAയിലേക്ക് വരാൻ തയ്യാറാവുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് കാണാൻ പോകുന്നത്. രാഹുൽ ഗാന്ധിയുടെ പേര് ഇനിയും ഭാവി പ്രധാനമന്ത്രി എന്ന് തന്നെ തുടരാനാണ് സാധ്യത എന്ന് തോന്നുന്നു. ഭാവി എന്നുള്ള എപ്പിത്തറ്റ് എപ്പോഴും ഉണ്ടാകാനാണ് സാധ്യത. കാരണം ഒരു യോജിച്ച് പോകുന്ന അവസ്ഥയില്ല ഇപ്പം ഇന്ത്യ മുന്നണി. വല്ല ഇലക്ഷൻ വരുമ്പോൾ ഒന്ന് വെറുതെ. അതെ, തെരഞ്ഞെടുപ്പ് കാല തട്ടിക്കൂട്ട് മുന്നണിയാണ്. സ്പെഷ്യൽ. അതെ, ഇലക്ഷൻ സ്പെഷ്യൽ എഡിഷൻ. അതെ. ഏതായാലും നമുക്ക് നോക്കാം. അതെ, നോക്കിയിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.